പച്ചമണ്ണിൽ കാലൂന്നി നിൽക്കുന്ന ഒരു കൊച്ചു കല്ല് മുതൽ ആകാശത്തെ തൊടുന്നത്ര ഉന്നതമായ ഗംഭീരങ്ങളായ എടുപ്പുകൾ വരെ നീളുന്ന എണ്ണമറ്റ അമ്പലങ്ങൾ നിറഞ്ഞ ഭൂമികയാണ് നമ്മുടേത്. തെയ്യം, തിറ, കൊച്ചു കൊച്ചു ഉത്സവങ്ങൾ മുതൽ നെടുങ്കൻ പൂരങ്ങൾ വരെ നീളുന്ന ആഘോഷകാലങ്ങളും നാടെങ്ങും ക്ഷേത്രങ്ങളുടെ സാന്നിധ്യം അറിയിക്കുന്നുണ്ട്. പഴമയുടെ മുദ്ര പേറുന്നവയാണ് പൊതുവെ കേരളത്തിലെ ക്ഷേത്രങ്ങൾ. വിഭിന്ന രീതികളിലുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളും സ്വീകരിച്ച ഹിന്ദുമതം ക്ഷേത്രങ്ങളുടെ കാര്യത്തിലും വൈവിധ്യം കാത്തുസൂക്ഷിച്ചിരിക്കുന്നു. കുടുംബക്ഷേത്രങ്ങളും കൊച്ചു കൊച്ചു കാവുകളുമൊക്കെ മാറ്റി നിർത്തിയാൽ കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ വാസ്തുശില്പകലയും സാംസ്കാരിക പാരമ്പര്യവും നമ്മെ വിസ്മയിപ്പിക്കും. ക്ഷേത്രങ്ങളെയും അവിടുത്തെ പ്രതിഷ്ഠകളെയും കുറിച്ചുള്ള ഐതിഹ്യങ്ങളും പുരാവർത്തങ്ങളും കാവ്യരചനകളും കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ ചരിത്രം. അപൂർവ പ്രതിഷ്ഠകളുള്ള ക്ഷേത്രങ്ങളും കേരളത്തിലുണ്ട്. 33 കോടി ദൈവങ്ങൾ ആരാധനയുടെ പ്രതീകങ്ങളായ ഹൈന്ദവ സങ്കല്പമനുസരിച്ച് ഇന്ദ്രനും ചന്ദ്രനും സൂര്യനും നക്ഷത്രങ്ങളും നദികളും തീർത്ഥങ്ങളുമെല്ലാം ആരാധനയുടെ ഭാഗമായിരുന്നു. വിവിധ ഭാവങ്ങളിലെ മൂർത്തികൾ മുതൽ കണ്ണാടിയും ശർക്കരയും അടക്കം പ്രതിഷ്ഠകളുടെ വൈവിധ്യം പ്രത്യേകം പ്രതിപാദിക്കേണ്ടതാണ്. ഓച്ചിറ പരബ്രഹ്മത്തിനാണെങ്കിൽ പ്രതിഷ്ഠയ്ക്ക് അമ്പലം പോലുമില്ല. ഇത്ര വൈവിധ്യമാർന്ന ദേവസങ്കല്പങ്ങൾ പോലെ തന്നെ പലവിധമായ ആരാധനാ സമ്പ്രദായങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. പിന്നീടാണ് ഈ സമ്പ്രദായങ്ങൾ കുറെയെങ്കിലും ഏകീകരിക്കുന്നത്. ചില ക്ഷേത്രങ്ങളിൽ പ്രത്യേക സമുദായങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം ലഭിക്കുകയും മറ്റു ചില സമുദായങ്ങൾക്ക് ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിക്കുകയും ചെയ്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. നവോത്ഥാന കാലത്ത് ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടി നടത്തിയ പോരാട്ടങ്ങൾ രാഷ്ട്രീയ അധികാര ലഭ്യതയുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അക്കാലത്തിനിപ്പുറവും ചില ക്ഷേത്രങ്ങൾ ഇതര മതസ്ഥരോട് കാർക്കശ്യം തുടർന്നു പോരുമ്പോൾ പോലും മിക്കവാറും അമ്പലങ്ങൾ ജാതി മതഭേദമില്ലാതെ നിലകൊള്ളുന്ന നാടാണ് കേരളം. ഓരോ ഉത്സവവും ചടങ്ങുകളും മുഴുവനായി നാടിൻ്റെതായി മാറുന്നത്ര ജനപങ്കാളിത്തം. നമ്മുടെ തേവർ, നമ്മുടെ ദേവി, നമ്മുടെ അമ്പലമെന്ന് ജാതിമത ഭേദമന്യേ മനുഷ്യരേവരും അവകാശപ്പെടുന്നത്ര രോമാഞ്ചജനകമായ സഹവർത്തിത്വ ഭാവം. ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് പഞ്ചശുദ്ധിയാണ് പ്രധാനമെന്ന് കരുതിപ്പോരുന്നു. ശരീരശുദ്ധി, വസ്ത്രശുദ്ധി, മനഃശുദ്ധി, വാക്ശുദ്ധി, ആഹാരശുദ്ധി എന്നിവയാണവ. അമ്പലങ്ങളുടെ പരിസരങ്ങൾ തന്നെ ശാന്തിദായകമാണ്. പ്രകൃതിയുമായി ഇണങ്ങി നിൽക്കുന്ന സസ്യജാലങ്ങളും ജലസ്രോതസ്സുകളും പൊതുവെ അമ്പലങ്ങൾക്ക് സ്വന്തമാണ്. ആചാരപരമാണെങ്കിൽ കൂടി വലയം ചെയ്യുന്ന തനതായ ഒരു പരിസ്ഥിതി ശൃംഖല അമ്പല പരിസരത്തെ സമ്പുഷ്ടമാക്കുന്നുണ്ട്. ശബരിമലയും ഗുരുവായൂരും പോലുള്ള ക്ഷേത്രങ്ങൾ കേവലം വിശ്വാസത്തിന്റെയും ആചാരങ്ങളുടെയും സംഗമസ്ഥാനമെന്നതിലപ്പുറം ഒരു നാടിന്റെ തന്നെ ജനതയുടെ ദൈനംദിന സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ സ്വാധീനം ചെലുത്തുന്നത്ര വ്യാപ്തിയുള്ളവയാണ്. പൗരാണികമായ ക്ഷേത്രങ്ങൾ കാലഗണനയിൽ അവകാശപ്പെടുന്ന പഴക്കം പോലെ തന്നെ ചരിത്രത്തിലെ പല പ്രത്യേക സന്ദർഭങ്ങളോടും വിനിമയം നടത്തി നിലകൊള്ളുന്നു. നമ്മുടെ നാടിന്റെ ആധ്യാത്മിക പൈതൃകവും കലാചരിത്ര പൈതൃകങ്ങളും കൈകോർക്കുന്ന ഇടങ്ങളാണ് ക്ഷേത്രങ്ങൾ. വിശ്വാസികൾ മാത്രമല്ല, ചരിത്ര പഠിതാക്കളും സഞ്ചാരികളുമെല്ലാം പുരാതനങ്ങളായ മഹാക്ഷേത്രങ്ങളുടെ ദർശനം ഇഷ്ടപ്പെടുന്നു. ഈ മഹാക്ഷേത്രങ്ങൾ പലതരം അറിവുകളുടെ അക്ഷയഖനിയാണ്. കേവലം കല്ലും മണ്ണും മരവുമല്ലാതെ നമ്മുടെ ശരീരത്തിന്റെ ഘടനയുടെ വലിയൊരു പതിപ്പ് തന്നെയായി ക്ഷേത്രത്തെ കാണാനും പാരമ്പര്യം നമ്മെ ശീലിപ്പിച്ചിട്ടുണ്ട്. ഭാരതത്തിൽ ഏറ്റവും ജനകീയമായ ആധ്യാത്മിക സമർപ്പണമായ ക്ഷേത്രാരാധന നിർമ്മലമായ മനസ്സോടെ ഏതൊരാൾക്കും നടത്താൻ പറ്റിയ ഇടമാകണമെന്ന വിഭാവനയോടെയാവണം ഏതൊരു ക്ഷേത്രത്തിന്റെയും നിർമ്മാണം. ശാന്തതയാവണം അതിൻ്റെ അടിത്തറ. അങ്ങനെ ജനമനസ്സുകളുടെ ശാന്തിയും സമാധാനവും ലക്ഷ്യമാക്കി ക്ഷേത്രങ്ങൾ നിലനിൽക്കട്ടെ. സർവൈശ്വര്യ സിദ്ധിക്കും ജന്മസാഫല്യത്തിനും ശത്രുനാശനത്തിനും ആപൽ നിവാരണത്തിനുമായി മാലോകർ ഭജിച്ചു പോരുന്ന ഭക്തവത്സലയാണ് തിരുമാന്താംകുന്നിലമ്മ. കേരളത്തിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ട 3 എണ്ണമായി അറിയപ്പെടുന്നവ തിരുമാന്താംകുന്ന്, കൊടുങ്ങല്ലൂർ, പനയനാർക്കാവ് എന്നിവയാണെന്ന്
കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ പരാമർശമുണ്ട്. ഷൊർണൂരിനും കോഴിക്കോടിനും ഇടയിലുള്ള ഹൈവേയിൽ പെരിന്തൽമണ്ണയ്ക്കടുത്തുള്ള അങ്ങാടിപ്പുറത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പണ്ടുകാലത്ത് വള്ളുവക്കോനാതിരിയുടെ ആസ്ഥാനമായിരുന്നു ക്ഷേത്രം നിലകൊള്ളുന്ന അങ്ങാടിപ്പുറം പ്രദേശം. വള്ളുവനാട് രാജാക്കന്മാരുടെ പരദേവതയായിരുന്നു തിരുമാന്ധാംകുന്നിലമ്മ. മധ്യകാലത്ത് തിരക്കേറിയ ഭരണ തലസ്ഥാനത്ത് കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിലേക്കുള്ള സഞ്ചാരപാതകളുടെ സമീപത്തായി നിലനിന്നിരുന്ന ക്ഷേത്രം ഇന്ന് ഹൈവേയുടെ വടക്ക് വശത്തായി ഭൂനിരപ്പിൽ നിന്ന് അല്പം ഉയരത്തിലായി പ്രകൃതിരമണീയമായ ചുറ്റുപാടിൽ സ്ഥിതി ചെയ്യുന്നു. തിരുമാന്ധാംകുന്ന് ഭഗവതി ക്ഷേത്രത്തിനുണ്ടായ പ്രശസ്തിയുടെ കാരണം മാമാങ്കവുമായി ബന്ധപ്പെട്ടാണെങ്കിലും ക്ഷേത്രത്തിന് 2000-ലേറെ വർഷത്തെ പഴക്കം വരെ അവകാശപ്പെടുന്നുണ്ട്. ക്രിസ്തുവർഷം 303 ഇവിടത്തെ പ്രതിഷ്ഠ എന്ന് തെളിയിക്കാൻ ശ്രമങ്ങൾ നടന്നിട്ടുള്ളതായി നാലാങ്കൽ കൃഷ്ണപിള്ളയുടെ മഹാക്ഷേത്രങ്ങൾക്ക് മുന്നിൽ എന്ന പുസ്തകത്തിലെ തിരുമാന്ധാംകുന്ന് ഭഗവതി ക്ഷേത്രത്തെക്കുറിച്ചുള്ള ലേഖനത്തിൽ നിന്ന് വ്യക്തമാകുന്നു. മഹാരാജർഷിയായിരുന്നു സൂര്യകുലജാതനായ മാന്ധാതാവ്. അദ്ദേഹം രാജ്യഭാരമൊഴിഞ്ഞ് പരമപദം പ്രാപിക്കുന്നതിന് ശിവനെ തപസ് ചെയ്തു. അദ്ദേഹത്തിന്റെ തപസ്സിൽ സംപ്രീതനായി പ്രത്യക്ഷപ്പെട്ട ശിവൻ എന്തു വരമാണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് വെച്ചാരാധിക്കുവാനായി ഒരു ശിവലിംഗം തരണേ എന്ന് മാത്രമാണ് ആവശ്യപ്പെട്ടത്. അതനുസരിച്ച് ശിവൻ കൈലാസത്തിൽ പാർവതി പൂജിച്ചിരുന്ന ലിംഗം മാന്ധാതാവിന് നൽകി അനുഗ്രഹിച്ചു. ആ അവസരത്തിൽ കേരള സൃഷ്ടിക്ക് ശേഷം ആ രാജ്യത്തിന്റെ സ്ഥായിയായ ഐശ്വര്യത്തിന് ശിവപ്രീതി പ്രാർത്ഥിച്ചുകൊണ്ട് പരശുരാമനും ശിവസവിധത്തിലെത്തി. ഞാൻ മാന്ധാതാവിന് കൊടുത്ത വിഗ്രഹം കേരളീയർ ഭക്തിപുരസരം പൂജിച്ചാൽ മതി, അവർക്ക് സകല മംഗളങ്ങളും ഭവിക്കും എന്ന് പരശുരാമനോടും ശിവൻ അരുളി ചെയ്തു. തുടർന്ന് പരശുരാമനും മാന്ധാതാവ് മഹർഷിയും കൂടി കേരളത്തിലെത്തി ശിവലിംഗം വെച്ച് ആരാധിക്കാൻ ഉചിതമായ ഒരു സ്ഥലം നോക്കി നടന്നു. ഒടുവിൽ ഘോരവനങ്ങൾ തിങ്ങി നിറഞ്ഞ തിരുമാന്ധാംകുന്നിലെത്തി അവിടെ ശിവലിംഗം വെച്ച് ആരാധിക്കാൻ തുടങ്ങി. ഇത്രയും ആയപ്പോഴാണ് താൻ ആരാധിക്കുന്ന ശിവലിംഗം എടുത്ത് മാന്ധാതാവിന് നൽകിയതായി ശ്രീപാർവതി അറിഞ്ഞത്. ലിംഗം തനിക്ക് കിട്ടിയേ തീരൂ എന്ന് ശഠിച്ച പാർവതിയോട് ഭക്തൻ ഒരിക്കൽ കൊടുത്തത് തിരിച്ചു ചോദിക്കാൻ കഴിയില്ലെന്ന് ശിവൻ വ്യക്തമാക്കി. പാർവതി ഇത് കേട്ട് വേദനിച്ചു. അത് കണ്ട ശിവൻ കഴിയുമെങ്കിൽ ലിംഗം തിരിച്ചെടുക്കാൻ പാർവതി തന്നെ ശ്രമിക്കുന്നതിൽ തെറ്റില്ലെന്നും ചൂണ്ടിക്കാട്ടി. ഇതു കേട്ട പാർവതി ലിംഗം തിരിച്ചു കൊണ്ടുവരാൻ ഭദ്രകാളിയെ ചട്ടം കെട്ടി. സൈന്യവുമായി തിരുമാന്ധാംകുന്നിലെത്തിയ ഭദ്രകാളിക്ക് പക്ഷേ ലിംഗത്തിന്റെ ചൈതന്യം കൊണ്ട് കുന്നിന്റെ മുകളിൽ കയറാൻ കഴിഞ്ഞില്ല. ഈ സമയത്ത് മഹർഷിയുടെ ശിഷ്യഗണങ്ങൾ ആട്ടങ്ങകൾ പറിച്ചെറിഞ്ഞ് ഭഗവതിയെയും ഭൂതഗണങ്ങളെയും ഓടിക്കാൻ ശ്രമിച്ചു. മാന്ധാതാവിന്റെ അമിതഭക്തി മനസ്സിലാക്കിയ പാർവതി ലിംഗം തിരികെ കൊണ്ടുപോകാനുള്ള ശ്രമം ഉപേക്ഷിച്ചു. ലിംഗത്തെ വിട്ടുപോകാൻ കഴിയാത്തതിനാൽ ഈ ലിംഗത്തിൽ തന്നെ ലയിച്ചു. പാർവതിയുടെ അഭിലാഷപ്രകാരം തന്നെ സഹായിക്കാൻ വന്ന ഭദ്രകാളിയെയും ക്ഷേത്രത്തിൽ വടക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിച്ചു. മറ്റൊരു ഐതിഹ്യപ്രകാരം മാന്ധാതാവ് ശിവലിംഗം പ്രതിഷ്ഠിച്ച ക്ഷേത്രത്തിൽ ഭദ്രകാളി പ്രതിഷ്ഠ നടത്തിയത് 8 വീട്ടിൽ അച്ഛന്മാരാണ്. തിരുവിതാംകൂറിലെ 8 വീട്ടിൽ പിള്ളമാരല്ല കേട്ടോ ഈ 8 വീട്ടിൽ അച്ഛന്മാർ. മാന്ധാതാവിന്റെ കാലം കഴിഞ്ഞ് ക്ഷേത്ര പരിസരം വലിയ കാടായി മാറി. ഒരു ദിവസം കാട്ടിൽ വിറക് ശേഖരിക്കാനെത്തിയ ചെറുമി അരിവാൾ മൂർച്ച കൂട്ടുന്നതിന് കല്ലാണെന്ന് കരുതി ലിംഗത്തിൽ ഉരച്ചു. ഉടനെ നിലയ്ക്കാത്ത രക്തപ്രവാഹമുണ്ടായി. ആലത്തൂർ നമ്പി സ്ഥലത്തെത്തി അദ്ദേഹത്തിന്റെ ദിവ്യശക്തിയാലാണത്രേ രക്തപ്രവാഹം നിലപ്പിച്ചത്. ആലത്തൂർ നമ്പിയുടെ പത്നിയെ നാടുവാഴി സ്വന്തമാക്കി. ക്ഷേത്രം ഉൾപ്പെടെ തന്റെ അധീനതയിൽ വന്നെങ്കിലും ആ സ്ത്രീയുടെ ബന്ധുക്കളെ തൃപ്തിപ്പെടുത്താനായി അവർക്ക് സ്ഥാനം നൽകി. ആ സ്ത്രീയുടെ 8 ബന്ധുക്കളായിരുന്നു അത്രേ അവർ. അവരാണ് 8 വീട്ടിൽ അച്ഛന്മാർ. ശിവക്ഷേത്രത്തിൽ ഭദ്രകാളി പ്രതിഷ്ഠ കൂടി നടത്തിയത് ഈ 8 വീട്ടിൽ അച്ഛന്മാരാണെന്ന് പറയപ്പെടുന്നുണ്ട്. വള്ളുവക്കോനാതിരി തന്നെയാണ് ഈ പ്രതിഷ്ഠ നടത്തിയതെന്ന് കരുതുന്നവരുമുണ്ട്. ഈ ക്ഷേത്രത്തിന്റെ തെക്കേ നടയിലാണ് മാമാങ്കവുമായി ബന്ധപ്പെട്ട പ്രശസ്തമായ ചാവേർത്തറ. തിരുനാവായയിൽ വെച്ച് നടന്നിരുന്ന മാമാങ്കത്തിന്റെ രക്ഷാപുരുഷനായി വാണിരുന്ന സാമൂതിരിയെ വെട്ടിക്കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ വള്ളുവക്കോനാതിരി അയക്കുന്ന ചാവേറുകൾ ആദ്യം ക്ഷേത്രത്തിൽ 41 ദിവസം ഭജനമിരിക്കും. ആയുധമണിഞ്ഞ്
പടക്കച്ച കെട്ടി പുറപ്പെടുന്ന അവർ തിരുമാന്ധാംകുന്ന് ഭഗവതി ക്ഷേത്രത്തിലെത്തി ഒരു പകലും രാത്രിയും ഭഗവതിയെ ധ്യാനിച്ച് ഏകാഗ്ര ചിത്തരായി ക്ഷേത്രത്തിന് മുന്നിലിരിക്കും. പിറ്റേന്ന് നട തുറന്ന് വന്ദിച്ച് ദേവീപ്രസാദം സ്വീകരിച്ചാൽ അങ്കക്കലി കൊള്ളുമായിരുന്നു. മാമാങ്കത്തിൽ ചാവേറുകളായി പോയവരുടെ ശിരസറ്റ കബന്ധങ്ങൾ പെറുക്കിക്കൂട്ടിയിരുന്ന മണിക്കിണർ ഇന്നും അവശേഷിക്കുന്നുണ്ട്. മീനമാസത്തിലെ മകയിരം നാളിലാണ് ഇവിടത്തെ പൂരം ആരംഭിക്കുന്നത്. 11 ദിവസത്തെ ഉത്സവം. മിക്ക ക്ഷേത്രങ്ങളിലും ഉത്സവത്തിന്റെ അവസാനമല്ലേ ആറാട്ട്. എന്നാൽ ഇവിടെ എല്ലാ ദിവസവും 2 നേരം ആറാട്ടുണ്ട്. പൂരം കഴിഞ്ഞാലും ക്ഷേത്രമുറ്റത്തെ പന്തൽ ഉടനെ അഴിക്കില്ല. ഭക്തരുടെ പൂരാഘോഷ ദിവസങ്ങൾക്ക് ശേഷം അവിടെ രാത്രികാലങ്ങളിൽ ദേവതകളുടെ ഉത്സവം നടക്കുന്നതായി വിശ്വാസമുണ്ട്. പൂരത്തിന്റെ 11-ാം ദിവസം പാണന്റെ തണ്ടിലേറി വരവെന്നൊരു ചടങ്ങുണ്ട്. ആ മൂത്ത പാണന് മലയൻകുട്ടി എന്ന സ്ഥാനവുമുണ്ട്. ഇത് സൂചിപ്പിക്കുന്നത് ആര്യന്മാരുടെ വരവിന് മുമ്പ് തന്നെ ഇവിടെ ദ്രാവിഡരോ ആദിമവർഗക്കാരോ ഏതോ ശക്തിയെ ആരാധിച്ചിരുന്നു എന്നാവാം. മീനമാസത്തിലാണ് പ്രശസ്തമായ കളമെഴുത്തും പാട്ടും. ഭഗവതിയുടെ കളം വരച്ച ശേഷമാണ് കളംപാട്ട് നടക്കുക. പൂന്താനം രചിച്ച ഘനസംഘം എന്ന അംബാസ്തവം ഉൾപ്പെടെ അനേകം സ്തോത്രങ്ങളിൽ ഭഗവതിയെ കേശാദിപാദം വർണ്ണിക്കുന്നതും ഉഗ്രരൂപിണിയായ ദ്രാവിഡ ദേവതയായാണ്. ഘനസംഘമിടയുന്ന തനുകാന്തി തൊഴുന്നേൻ, അണിത്തിങ്കൾ കലചൂടും പുരിജട തൊഴുന്നേൻ, ദുഷ്ടരാം അസുരരെ ദഹിക്കും തീ ജ്വലിക്കും എന്നാരംഭിക്കുന്ന ഘനസംഘം ഭൂലോകം നടുങ്ങുന്ന തിരുനൃത്തം തൊഴുന്നേൻ, കോമരമിളകുന്ന ചിലമ്പൊലി തൊഴുന്നേൻ, ചൊൽക്കൊണ്ട തിരുമാന്ധാംകുന്നിലമ്മേ തൊഴുന്നേൻ എന്നവസാനിക്കുന്നു. ശിവൻ കോവിലിന് വടക്കുവശത്തായാണ് തിരുമാന്ധാംകുന്നിലമ്മയുടെ ശ്രീകോവിലും എടുപ്പും. 8 തൃക്കൈകളോടുകൂടിയ ഭഗവതിയുടെ ദാരുശില്പത്തിന് 5 അടി ഉയരമുണ്ട്. ശ്രീകോവിൽ മാതൃശാല എന്നാണ് അറിയപ്പെടുന്നത്. ശ്രീകോവിലിന് മുമ്പിലുള്ള എടുപ്പിൽ അബ്രാഹ്മണർക്ക് പ്രവേശനമില്ല. ശ്രീപാർവതിയുടെ പ്രതിഷ്ഠയുടെ അവിടെയുള്ള പടിഞ്ഞാറ് വശത്തെ വാതിലാകട്ടെ വള്ളുവക്കോനാതിരിയുടെ കുടുംബാംഗങ്ങൾക്ക് മാത്രം ദർശനത്തിനായി തുറന്നു കൊടുക്കുന്നതാണ്. ശ്രീകോവിലിന് മുന്നിൽ നിന്നും വടക്കോട്ടുള്ള വാതിൽ കടന്നാൽ അനേകം കരിങ്കൽ പടവുകളുണ്ട്. പടവുകൾ അവസാനിക്കുന്നത് പുഴയ്ക്കരികിലുള്ള വിശാലമായ വയൽക്കരയിലാണ്. സ്വച്ഛമായ അന്തരീക്ഷം. ഈ ക്ഷേത്രത്തെപ്പറ്റി പഴമക്കാർ പറയുന്നത് തന്നെ 100 കോൽ ഉയരത്തിൽ 1000 കോൽ തട്ടകം എന്നാണ്. മാതൃശാലയിലെ സപ്തമാതൃക്കളോടൊപ്പമുള്ള ഭദ്രകാളി പ്രതിഷ്ഠ കണ്ട് തൊഴാൻ വർഷാവർഷം അനേകർ വന്നു പോകുന്നു. രാവിലെ 5-ന് തുറക്കുന്ന ക്ഷേത്രം ഉച്ചയ്ക്ക് 11:30 അടയ്ക്കും. ഉച്ചതിരിഞ്ഞ് 4-ന് തുറന്ന് 8 മണിവരെ. ഇവിടുത്തെ പ്രത്യേകതയുള്ള ഒരു ആചാരത്തെപ്പറ്റി കൂടി പറയാം. അതാണ് അട്ടങ്ങയേറ്. ഇവിടെ ശിവലിംഗം വീണ്ടെടുക്കാൻ വന്ന ഭദ്രകാളിയെയും ഭൂതഗണങ്ങളെയും മാന്ധാതാവിന്റെ അനുചരർ അട്ടങ്ങകൾ എറിഞ്ഞ് തുരത്താൻ ശ്രമിച്ചതായി സൂചിപ്പിച്ചിരുന്നല്ലോ. ഇതിനെ അനുസ്മരിച്ചുകൊണ്ട് തുലാമാസം 1-ാം തീയതി ഭക്തജനങ്ങൾ ക്ഷേത്രമുറ്റത്ത് തടിച്ചുകൂടി അട്ടങ്ങ കൊണ്ട് പരസ്പരമറിയുന്ന ചടങ്ങാണിത്. തിരുമാന്ധാംകുന്നിലമ്മയുടെ പ്രതിഷ്ഠ തിരുവനന്തപുരത്ത് കോട്ടയ്ക്കകത്തെ കൂവക്കര മഠത്തിലുണ്ട്. കൊച്ചി രാജാവിന്റെ തേവാരമൂർത്തികളിൽ ഒന്നത്രേ തിരുമാന്ധാംകുന്നിൽ ഭഗവതി. അങ്ങനെ ധനിക ദരിദ്ര പണ്ഡിത പാമര ഭേദമില്ലാതെ ദേശാധിവർത്തിയായി അനുഗ്രഹപ്രദായിനിയായി തിരുമാന്ധാംകുന്നിലമ്മയെ കരുതി പോരുന്നുണ്ട്.